മയക്കുമരുന്നിനെതിരെ എറണാകുളം MG റോഡിൽ ഒരു മനുഷ്യക്കോട്ട തന്നെ തീർത്തിരിക്കുകയാണ്. 15 ഇടങ്ങളിലായാണ് ലഹരിക്കെതിരെയുള്ള ഈ പോരാട്ടമുള്ളത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീമതി ടീച്ചറും ഈ ലഹരി കോട്ടയിൽ ഭാഗമാവുകയാണ്. വലിയൊരു മനുഷ്യച്ചങ്ങല തന്നെയാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. ടീച്ചർ, ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങളുടെ ഒരു ഭാഗം തന്നെയാണോ ഇത്? തീർച്ചയായിട്ടും ഇത് ലഹരിക്കെതിരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. മനുഷ്യർ തമ്മിലുള്ള, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് നാം എതിരാണ്. പക്ഷേ മനുഷ്യനെ കാർന്നു തിന്നുന്ന, മനുഷ്യനെ നശിപ്പിക്കുന്ന, മനുഷ്യർ തമ്മിൽ അക്രമാസക്തമാകുന്ന രീതിയിലേക്ക് ഈ മയക്കുമരുന്ന് ആസക്തി വർദ്ധിച്ചു കൊണ്ടുവരുന്നത് നമ്മൾ കുറച്ച് നാളുകളായിട്ട് വളരെ ഗൗരവത്തോടു കൂടി കാണുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെതിരെ, ലഹരിക്കെതിരെ അതിശക്തമായിട്ടുള്ള ക്യാമ്പയിനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ആഭ്യന്തര വകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാവരും ശക്തമായിട്ട് ഇടപെടുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ എറണാകുളം നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ജില്ലയാണ്. എറണാകുളം ജില്ലയിലാണ് മെട്രോപൊളിറ്റൻ സിറ്റി ഉള്ളത്. പക്ഷേ ഗ്രാമങ്ങളിലും ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭത്തിൽ CPIMൻ്റെ എറണാകുളം DC നേതൃത്വം, നമ്മുടെ ജില്ലാ സെക്രട്ടറി സതീശൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 15 കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ മനുഷ്യക്കോട്ട തീർക്കുന്നത്. ഇതൊരു തുടക്കമാണ്. നമ്മൾ തുടർച്ചയായിട്ട് ഈ ക്യാമ്പയിൻ എടുത്തേ മതിയാവൂ. ലഹരി, മയക്കുമരുന്ന് ഈ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റണം. മാറ്റിയില്ലെങ്കിൽ നമ്മുടെ യുവതലമുറ അപകടത്തിൽ പെട്ടുപോകും. ഇത് മനുഷ്യരൊന്നായിട്ട്, രാഷ്ട്രീയത്തിനും മറ്റ് ചിന്താഗതികൾക്കും എതിരായിട്ട് ഒന്നിച്ചു നിന്ന് ഒറ്റക്കെട്ടായിട്ട് ഈ ലഹരിയും മയക്കുമരുന്നും വേണ്ട എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. മനസ്സുകൊണ്ടല്ല, പ്രവൃത്തി കൊണ്ട് നമുക്കത് പ്രഖ്യാപിക്കാൻ കഴിയണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് എറണാകുളത്ത് CPIMൻ്റെ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഇപ്പോൾ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. എറണാകുളം CPIM ജില്ലാ സെക്രട്ടറി S. സതീഷ് കൂടിയുണ്ട്. ഇപ്പോൾ ഈ റോഡിലൂടെ വരുമ്പോൾ കാണാം വിവിധ ഇടങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സജ്ജമായി മുന്നിട്ടിറങ്ങുകയായിരുന്നു. തീർച്ചയായിട്ടും എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ മഹാവിപത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണുന്നത്. ഞങ്ങളിത് പരിപാടി പ്ലാൻ ചെയ്യുമ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത് മയക്കുമരുന്നിനെ പ്രതിരോധിക്കാൻ ജനങ്ങളുടെ ഇടയിലുള്ള അവബോധവും അവരെ രംഗത്തിറക്കുകയും എന്നുള്ളതാണ് പ്രധാനം. പോലീസോ എക്സൈസോ ഭരണ സംവിധാനങ്ങളോ നിർവഹിക്കുന്ന കാര്യങ്ങൾ മാത്രം പോരാ, ജനങ്ങളുടെ പിന്തുണ വേണം. അത് നല്ല അളവിൽ വിജയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ 15 കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വിവരം. 2 ലക്ഷത്തോളം ആളുകൾ ഇന്നത്തെ ഈ സമയം ഇതിൻ്റെ ഭാഗമായി ജില്ലയിൽ അണിനിരക്കുകയാണ്. മയക്കുമരുന്ന മഹാവിപത്തിൻ്റെ അടിവേരറക്കാൻ ജനങ്ങളെ സജ്ജമാക്കുക എന്ന ലക്ഷ്യം ഒരു ഘട്ടം വരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. ഇതിന് തുടർ പ്രവർത്തനം ഉണ്ടാകണമെന്നാണ് കാണുന്നത്. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കലാലയങ്ങളെയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തുടർ പദ്ധതികൾക്കും ഈ CPM നേതൃത്വം കൊടുക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും എറണാകുളം ജില്ലയിൽ നിന്ന് ലഹരി എന്ന വിപത്തിനെ തുരത്തുക എന്ന ലക്ഷ്യം തന്നെയാണുള്ളത്. വിവിധ ആളുകളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ചേച്ചിമാരും എല്ലാം തന്നെ ഇവിടെ വരിവരിയായി നിരന്ന് ഒരു മനുഷ്യക്കോട്ട തീർത്തിരിക്കുകയാണ്. ഈ ലഹരിക്കെതിരെ ഒരു അവബോധം സൃഷ്ടിക്കാൻ തന്നെയല്ലേ ഇവിടെ ഇപ്പോൾ ഭാഗമായിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ലഹരി വളരെയധികം കുട്ടികളെയും സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിനെതിരെ പോരാടുക, കുട്ടികളെ നല്ല രീതിയിൽ ബോധവൽക്കരിക്കുക, സ്കൂളുകൾ, കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്സുകൾ നടത്തുക. ആരെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൈവിട്ട് കളയാതെ അവരെ നമ്മളോട് ചേർത്ത് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടിയുള്ള കൂട്ടായ ഒരു ശ്രമമാണ് CPIM ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് വിജയം കണ്ടെത്തും. എന്തായാലും വളരെയധികം ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് എല്ലാവരും ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകുന്നത്. നമ്മൾ കൊച്ചിയിലൂടെ സഞ്ചരിച്ചാൽ കാണാം, കിലോമീറ്ററുകൾ നീളത്തിലാണ് ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, മയക്കുമരുന്ന് ഇല്ലാതാക്കണം. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ നിന്നാണെങ്കിലും കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നാണെങ്കിലും മയക്കുമരുന്ന് ഇല്ലാതാക്കണം. സമാധാനപരമായ ഒരു അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിലുണ്ടാകണം, എറണാകുളം ജില്ലയിലുണ്ടാകണം. അതിനാണ് ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. 15 ഇടങ്ങളിലായിട്ടാണ് വലിയൊരു മനുഷ്യക്കോട്ട തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.